ഗാസയിൽ പുതിയ പ്ലാൻ മെനഞ്ഞ അമേരിക്ക. ഇസ്രയേലുമായി കൂടിയാലോചിച്ചാണ് അമേരിക്കയുടെ പദ്ധതി. താൽക്കാലിക വീടുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. ഇസ്രയേൽ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷം പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പടിഞ്ഞാറൻ ഗാസയും ഇസ്രയേൽ അധിനിവേശ കിഴക്കൻ ഗാസയും വേർതിരിച്ചുകൊണ്ട് വീടുകൾ നിർമ്മിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ദി അറ്റ്ലാന്റിക് ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. യുഎസിന്റെ പുതിയ നീക്കം ഗാസയിൽ വിഭജനമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. തെക്കു പടിഞ്ഞാറൻ ഗാസയെ വേർതിരിക്കുന്ന മഞ്ഞരേഖയ്ക്ക് ഇരുവശങ്ങളിലുമായി ആൾട്ടർനേറ്റ് സേഫ് കമ്മ്യൂണിറ്റികൾ നിർമ്മിക്കാനാണ് യുഎസ് പദ്ധതിയിടുന്നത്. ഇസ്രയേലിന്റെ ആഭ്യന്തര രഹസ്യ അന്വേഷണ സംഘമായി ഷിൻബെറ്റ് നടത്തുന്ന ഹമാസ് വിരുദ്ധ സുരക്ഷാ പരിശോധനകളിൽ വിജയിക്കുന്ന പലസ്തീനികളെയായിരിക്കും യുഎസ് പുനരധിവസിപ്പിക്കുക. ഗാസയെ രണ്ടായി വേർതിരിച്ചാൽ മേഖലയിലുടനീളമുള്ള സഞ്ചാരം തടസ്സപ്പെടുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സെറ്റിൽമെന്റുകൾക്കുള്ളിൽ മെഡിക്കൽ സെന്റർ, സ്കൂൾ, ഭരണാസൂത്രണ സ്ഥാപനങ്ങൾ എന്നിവ ഉണ്ടാകും. ഗാസയിലെ വെടിനിർത്തലിന് മേൽനോട്ടം വഹിക്കുന്ന സിവിൽ മിലിറ്ററി ഏകോപന കേന്ദ്രത്തിന്റെ തലവനായ യുഎസ് ലഫ്റ്റനന്റ് ജനറൽ പാട്രിക് ഫ്രാങ്ക് അയച്ച മെയിലിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ഏകദേശം 25,000 പേർക്ക് താൽക്കാലിക താമസ സൗകര്യം നൽകുമെന്നും ഫ്രാങ്കിന്റെ മെയിലിൽ പറയുന്നു. ദി അറ്റ്ലാന്റിക്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഗാസയിലെ ആദ്യത്തെ ഓൾട്ടർനേറ്റ് സേഫ് കമ്മ്യൂണിറ്റിയുടെ മേഖലയിൽ നിന്ന് പൊട്ടിത്തെറിക്കാത്ത ഓർഡിനൻസും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതിനുള്ള ഒരു കരാർ യുഎസ് ആസ്ഥാനമായുള്ള എഞ്ചിനീയറിംഗ് കൺസൾട്ടിംഗ് സ്ഥാപനമായ ടെട്രോടെക് സൊല്യൂഷൻസിന് ലഭിച്ചിട്ടുണ്ട്. യുഎസിന്റെ ഈ പദ്ധതി അറബ് യൂറോപ്യൻ സർക്കാരുകളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ടെന്ന് ഫിനാൻഷ്യൽ ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഗാസയുടെ പുനരധിവാസത്തിനായി യുഎസ് സർക്കാർ ഇതുവരെ ഫണ്ട് അനുവദിച്ചിട്ടില്ല. പകരം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപമാണ് യുഎസ് തേടുന്നത്. കൂടാതെ ഗാസയുടെ പുനർനിർമ്മാണത്തിനായി ഏകദേശം $70 ബില്യൺ ചെലവ് വരുമെന്നാണ് ഐക്യരാഷ്ട്രസഭ കണക്കാക്കുന്നത്. 1967 മുതൽ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്കിൽ സർക്കാരും കുടിയേറ്റക്കാരും ചേർന്ന് പലസ്തീൻ ഭൂമിയുടെ ഒരു ഭാഗം മുഴുവനായും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതുമൂലം ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങൾ ഭവനരഹിതരായെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതിനിടെ ഗാസയിൽ 3 പലസ്തീനികളെ കൊന്നടുക്കി വീണ്ടും ഇസ്രയേൽ. ഖാൻ യുനീസ് ഉൾപ്പെടെ ഗാസയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 3 പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന 1 മാസം പിന്നിട്ടിരിക്കെ 245 പേരെയാണ് ഇസ്രയേൽ കൊന്നു തള്ളിയത്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 622 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒക്ടോബർ 10-നും നവംബർ 10-നും ഇടയിൽ 282 തവണയാണ് ഇസ്രയേൽ കരാർ ലംഘിച്ചത്. അതിനിടെ വ്യാപക എതിർപ്പിനിടയിലും പലസ്തീൻ പൗരന്മാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കാൻ ലക്ഷ്യമിട്ടുള്ള വിവാദ നിയമനിർമ്മാണവുമായി ഇസ്രയേൽ മുന്നോട്ട് തന്നെയാണ്. 32 വോട്ടുകളുടെ പിൻബലത്തിൽ കരട് ബില്ലിന്റെ ആദ്യ വായന ഇസ്രയേൽ പാർലമെന്റ് പാസാക്കി. 120 അംഗ പാർലമെന്റിൽ 16 പേർ എതിർത്തു. തീവ്ര വലതുപക്ഷ മന്ത്രി ഇഥാമർ ബെൻഗവിർ മധുരം വിതരണം ചെയ്താണ് വിജയം ആഘോഷിച്ചത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിന്തുണയും ബില്ലിനുണ്ടെന്നാണ് സൂചന. അതേസമയം വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടം സംബന്ധിച്ച് ഇസ്രയേലും അമേരിക്കയും തമ്മിൽ നടന്ന ചർച്ച വിജയിച്ചില്ല എന്ന് റിപ്പോർട്ട്. സ്റ്റീവ് വിറ്റ്കോഫ്, ജെറഡ് കുഷ്നർ എന്നിവരാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ ഉള്ളവരുമായി ചർച്ച നടത്തിയത്. യുദ്ധാനന്തര ഗാസയിലെ സർക്കാർ, അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ വിന്യാസം, ഹമാസിന്റെ നിരായുധീകരണം എന്നിവയാണ് അമേരിക്കയും ഇസ്രയേലും പ്രധാനമായും ചർച്ച ചെയ്തത്. റഫേൽ, യെല്ലോ ലൈനു പിറകിലുള്ള തുരങ്കങ്ങളിൽ കഴിയുന്ന 150-ലധികം വരുന്ന പോരാളികളുടെ വിഷയവും ചർച്ചയായി. ഇവരെ ഗാസയിലെ ഹമാസ് നിയന്ത്രിത പ്രദേശത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന് ട്രംപിന്റെ ഉപദേശകനും ജെറഡ് കുഷ്നർ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടതായി ഇസ്രയേലി ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇസ്രയേൽ തീരുമാനമൊന്നും അറിയിച്ചിട്ടില്ല. ഗാസയിലെ വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിനെതിരെയും ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുമുള്ള ആക്രമണം അവസാനിപ്പിച്ചതായി ഹൂതികളും പറഞ്ഞു. ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടാതെ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഇസ്രയേലിന്റെ കപ്പലുകൾ ആക്രമിക്കുന്നത് നിർത്തിവെച്ചുവെന്നും യമനിലെ ഹൂതി വിമതർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഗാസയിൽ വെടിനിർത്തൽ നടപ്പായതിനെ തുടർന്നാണ് തീരുമാനമെന്നും ഹമാസിന്റെ കാസം ബ്രിഗേഡിന് അയച്ച കത്തിൽ ഹൂതികൾ വ്യക്തമാക്കി. അതേസമയം ഇസ്രായേൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ചാൽ വീണ്ടും കപ്പലുകൾ ലക്ഷ്യമിടുമെന്നും ഹൂതികൾ അറിയിച്ചു. ഹൂതി സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ യൂസഫ് ഹസൻ അൽ മദനിയുടെ പേരിലാണ് കത്ത് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഈ കത്ത് കൂടാതെ ഇസ്രായേലിന്റെ കപ്പലുകൾക്ക് നേർക്കുള്ള ആക്രമണം നിർത്തിയെന്നതിന് ഔദ്യോഗികമായി ഹൂതികൾ എവിടെയും വിശദീകരിച്ചിട്ടില്ല. ഇസ്രായേൽ സൈന്യവും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേൽ ഹമാസ് യുദ്ധകാലത്താണ് ഹൂതികൾ ഇസ്രായേലിന്റെ കപ്പലുകൾ ആക്രമിച്ച് രാജ്യാന്തര രംഗത്ത് ശ്രദ്ധ നേടുന്നത്. ഗാസയിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു അന്ന് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.